പ്രഭാഷണം എന്നുള്ളപരിയായിട്ട് ഒരു ലേഖന വായന പോലെ ഇന്നത്തെ ഈ ഉദ്ഘാടന ചിന്തകൾ പങ്കുവെക്കാം എന്ന് ഞാൻ കരുതുകയാണ്. ദയവായി നിങ്ങൾ എന്നോട് സഹകരിക്കണം. മഹാകവി കെ വി സൈമൺ സാറിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയാൻ ലഭിക്കുന്ന എല്ലാ അവസരങ്ങളും എന്നെ സംബന്ധിച്ച് വളരെ ആവേശകരമായ ഒരു അനുഭവമാണ്. കെ വി സൈമൺ എന്ന മഹാമനുഷ്യനെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഗ്രഹിക്കാൻ കഴിയുന്ന സുപ്രധാനമായ ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം നമുക്കൊന്ന് എത്തി നോക്കാൻ പോലും കഴിയാത്ത അത്ര ഉയരത്തിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. ഈ മീറ്റിങ്ങിനെ വിലയിരുത്തിക്കൊണ്ട് ഒരാൾ സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പിട്ടു, അതെൻ്റെ ശ്രദ്ധയിൽ കഴിഞ്ഞ ദിവസം പെട്ടു. അദ്ദേഹം പറഞ്ഞത് കെ വി സൈമണിൻ്റെ സാഹിത്യ രചനകളെപ്പറ്റി വിലയിരുത്താൻ വേണ്ട മിനിമം യോഗ്യത മലയാളത്തിലും സംസ്കൃതത്തിലുള്ളൊരു PhD ആണെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. പരിഹാസമായിരുന്നു തൻ്റെ ആ കമൻറ്റിൻ്റെ ഉദ്ദേശം, അതിൻ്റെ ചേതോവികാരം. പക്ഷേ അതൊരു വസ്തുതയാണെന്ന് ഞാൻ കരുതുകയാണ്. അത്ര ഉയരങ്ങളിലാണ് കെ വി സൈമൺ നിൽക്കുന്നത്. അറിയുന്തോറും അടുക്കുംതോറും കൂടുതൽ അകലങ്ങളിലേക്ക് പോകുന്ന ഒരു ധ്രുവ നക്ഷത്രം എന്നാണ് ഞാൻ സൈമൺ സാറിനെ പലപ്പോഴും അദ്ദേഹത്തെ ചിന്തിക്കാറുള്ളത്. അദ്ദേഹത്തെക്കുറിച്ച് ഉള്ള ഈ സമ്മേളനത്തിൽ ആമുഖമായി എന്തെങ്കിലും പറയുക എന്നുള്ളപരിയായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ പോലും ഞാൻ യോഗ്യതയുള്ളവനല്ല എന്ന ഉത്തമ ബോധ്യത്തോടുകൂടി തന്നെ ഒന്നിട്ട് കാര്യങ്ങൾ പറയാൻ താല്പര്യപ്പെടുകയാണ്. കെ വി സൈമൺ സാറിനെ പറ്റി പല വിശേഷങ്ങളും നാം കേട്ടിട്ടുണ്ട്. മലയാള ഭാഷാ സാഹിത്യ ചരിത്രത്തിലെ ഒരു സൂര്യ തേജസ്സാണ് കെ വി സൈമൺ എന്ന് ചിലർ പറയാറുണ്ട്. മറ്റു ചിലർ എഴുതി കണ്ടിട്ടുണ്ട് മലങ്കരയുടെ മാർട്ടിൻ ലൂതറാണ് കെ വി സൈമൺ. നമുക്കറിയാം, മാർട്ടിൻ ലൂതർ ക്രൈസ്തവ ചരിത്രത്തിൽ ഒരു വലിയ നവീകരണത്തിൻ്റെ വിത്ത് വിതച്ച ഒരു വ്യക്തിയാണ്. സമാനമായ ഒരു നവീകരണ ചിന്തകൾ കേരളത്തിൽ മലയാള മണ്ണിൽ വിതച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ സ്മരിയ പുരുഷൻ. അദ്ദേഹം ഒരു ഗ്രന്ഥകാരൻ, അതേസമയം തന്നെ വാഗ്മി, താർക്കികൻ, ഗാന രചയിതാവ്, ചരിത്രകാരൻ, സഭാസ്ഥാപകൻ, മഹാകവി, പത്രാധിപർ. അദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷം നോക്കുമ്പോൾ ദാനശീലനായിരുന്നു, ധനസമ്പാദന വിമുഖനായിരുന്നു, വിജ്ഞാന കുബേരനായിരുന്നു. ഇങ്ങനെ ഒട്ടേറെ നിലകൾ നമുക്ക് സൈമൺ സാറിനെ ചിന്തിക്കുവാൻ കഴിയും. സമീപകാലത്ത് നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധയിൽപ്പെട്ട് കാണും, സൈമൺ സാറിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ ക്രൈസ്തവ നവോത്ഥാനത്തിൽ അദ്ദേഹം വെച്ച് പങ്കിനെ പറ്റിയും അദ്ദേഹത്തിൻ്റെ രചനകളെ പറ്റിയും ഒക്കെ ഒരു പുസ്തകം അടുത്ത കാലത്ത് ഇംഗ്ലീഷിൽ എഴുതുകയുണ്ടായി. USA ജഡ്സൺ യൂണിവേഴ്സിറ്റിയിൽ ആ സർവകലാശാലയിൽ ഇംഗ്ലീഷ് പ്രൊഫസറായ ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പ് വാങ്ങിയ ഒരു ദൈവദാസനാണ്, ഒരു പെന്തക്കോസുകാരനാണ് ആ ഗ്രന്ഥം രചിച്ചത്. എൻ്റെ പെന്തക്കോസുകാരൻ മനഃപൂർവ്വമായിട്ട് പറഞ്ഞതാണ്. കാരണം അദ്ദേഹത്തെക്കുറിച്ച് കാര്യമായ എന്തെങ്കിലും കാതലായ സംഭാവനകൾ നൽകി ഈ പിന്നീട് വിലയിരുത്തൽ നടത്തിയിട്ടുള്ളത് ദൗർഭാഗ്യവശാൽ നമ്മളല്ല, ബ്രദർ സമൂഹമല്ല. അതിലും നമ്മേക്കാൾ ഉപരിയായിട്ട് പെന്തക്കോസ്റ്റൽ പശ്ചാത്തലത്തിലുള്ള പലരും, ചിലരൊക്കെ അദ്ദേഹത്തെ ഉയർത്തി കാണിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും വളരെ സമൃദ്ധമായി അദ്ദേഹത്തെക്കുറിച്ച് പലരും പഠിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ നിങ്ങൾക്കറിയാവുന്ന ഒരാളാണ് സൈമൺ സാറിൻ്റെ പാട്ടുകൾ മുഴുവൻ അതിൻ്റെ സംഗീതാവിഷ്കാരം നടത്തിയ തിർസ ആൻറ്റി, കണ്ണൂരുകാരിയായ ഒരു സഹോദരി. ഫാസ്റ്റർ അനീഷ് കാവാലം, അദ്ദേഹം പോകുന്നിടത്തെല്ലാം സൈമൺ സാറിൻ്റെ പാട്ടുകൾ പാടുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഈ പറഞ്ഞ സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ പേര് വർഗീസ് മത്തായി എന്നാണ്. അദ്ദേഹം എൻ്റെ ഗ്രാമക്കാരനാണ്. ഈ ഗ്രന്ഥരചനയ്ക്ക് വേണ്ടി അദ്ദേഹം വന്നപ്പോൾ ചില സഹായങ്ങൾ ചെയ്തു കൊടുക്കുവാൻ എനിക്കും കഴിഞ്ഞു. അദ്ദേഹം ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബ്ലൂംസ്ബറി എന്ന് പറയുന്ന വളരെ പ്രശസ്തമായ ഒരു പബ്ലിഷേഴ്സാണ് അതിൻ്റെ പബ്ലിഷർ. ഞാൻ പറഞ്ഞു വന്നത്, ആ പുസ്തകത്തിൻ്റെ ശീർഷകം മഹാകവി കെ വി സൈമൺ ദ മിൽട്ടൺ ഓഫ് ദ ഈസ്റ്റ് എന്നാണ്. കിഴക്കിൻ്റെ മിൽട്ടൺ. ജോൺ മിൽട്ടനെ നമുക്കറിയാം, പർദീസ നഷ്ടം ഉൾപ്പെടെയുള്ള നിരവധി ഗ്രന്ഥങ്ങൾ ഏതാണ്ട് 11 ഭാഷകളിൽ രചിച്ചിട്ടുള്ള ഒരു സാമൂഹ്യ സേവകനും എഴുത്തുകാരനും കവിയുമൊക്കെയാണ് മിൽട്ടൺ. പാരഡൈസ് ലോസ്റ്റ് എന്ന പുസ്തകം, വേദവിഹാരം, അതിനെയൊക്കെ കമ്പയർ ചെയ്തിട്ടാണ് ഈ ഗ്രന്ഥത്തിൽ താൻ എഴുതുന്നത്. 1931 പുറത്തിറങ്ങിയ മലയാള മനോരമയുടെ ഒരു പ്രത്യേക പതിപ്പിൽ മഹാകവി കെ വി സൈമൺ സാറിൻ്റെ ഒരു ധൈഷണിക ആത്മകഥ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു രചനയുണ്ട്. നിങ്ങൾ ചിലരെങ്കിലും വായിച്ചിട്ടുണ്ടാവും ഞാൻ കരുതിയ. എൻ്റെ ഗ്രന്ഥശാല എന്നാണ് ആ പുസ്തകത്തിൻ്റെ ആ കാവ്യത്തിൻ്റെ പേര്.
എൻ്റെ ഗ്രന്ഥശാല എന്ന കാവ്യത്തിൽ സൈമൺ സാറ് തന്നെ സ്വാധീനിച്ചിട്ടുള്ള വ്യക്തികളുടെ പട്ടിക പറയുമ്പോൾ ആ കൂട്ടത്തിൽ മിൽട്ടനെയും പരാമർശിക്കുന്നുണ്ട്. ആ കവിത ഇങ്ങനെയാണ്: കാളിദാസനും ഭവഭൂതിയും ഷേക്സ്പിയറും കേളഴും മിൽട്ടൺ നവ്യ രവീന്ദ്രൻ മുതലായ ചൂളിട കവി പ്രൗഢർ നിങ്ങളുടെ വൈഭവത്താൽ മേളിച്ചു നിരന്നു നിന്നിടുന്നേൻ ഫലകത്തിൽ എന്നാണ് ആ വരിക. അപ്പം നിരവധി തൂവലുകൾ ഒരു തലമുറയുടെ മുഴുവൻ അദ്ദേഹത്തിന് നിരവധി തൂവലുകൾ അദ്ദേഹത്തിന് തൊപ്പിയിലുണ്ടായിരുന്നു നമുക്ക് പറയാൻ കഴിയും. ഒരു ജനസാമാന്യത്തിൻ്റെ ഒരു തലമുറയുടെ മുഴുവൻ മനസ്സിലൊരു വികാരസാഗരമായിട്ട് ഇരമ്പിയാർത്തെത്തുന്ന ഒരു കാവ്യകാരനാണ് മഹാകവി കെ വി സൈമൺ. ഭക്തികീർത്തന സാഹിത്യം താൻ നോക്കിയാൽ അതിന് മുമ്പും പിമ്പുമായിട്ടുള്ളത് രവിച്ച് പഠിച്ച ഒരു നവ്യധാര വെട്ടിത്തുറന്ന ഒരു അനുഗ്രഹീത ഗാനകൃത്താണ് അദ്ദേഹം. അപ്പോൾ തന്നെ നമുക്കറിയാം, വെറും ഒരു പാട്ടെഴുത്തുകാരൻ എന്നുള്ള ഉപരിയായിട്ട് ക്രൈസ്തവ വിശ്വാസങ്ങൾക്ക് വേണ്ടി സന്ധിയില്ലാത്ത സമരം നടത്തിയ, നവീകരണത്തിന് വേണ്ടി നിരന്തരം പൊരുതിയ ഒരു മഹാമനുഷ്യനായിരുന്നു കെ വി സൈമൺ. അങ്ങനെ അദ്ദേഹത്തിന് ഒട്ടേറെ വിശേഷണങ്ങൾ നമുക്ക് പറയാൻ കഴിയും നമ്മുടെ സ്മര്യപുരുഷൻ. താൻ ഇടപെട്ട എല്ലാ മേഖലകളെയും പൊന്നാക്കിയ ഒരു മഹാപ്രതിഭ എന്ന് പറയുന്നതായിരിക്കും ഉചിതം. അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലമൊക്കെ ഇവിടെ ഇരിക്കുന്ന പലർക്കും എന്നേക്കാൾ നന്നായിട്ട് അറിയാം. എന്നാൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ബാബുച്ചാൻ ഒരു ജീവചരിത്ര പശ്ചാത്തലം പറഞ്ഞു കാണുമെന്ന് ഞാൻ കരുതുകയാണ്. 1883 ഫെബ്രുവരി 7 പത്തനംതിട്ട ജില്ലയിൽ നമ്മുടെ ഈ സ്ഥലത്ത് ഇടയാറന്മുളയിൽ നമ്മുടെ തൊട്ട് സമീപത്തുള്ള കുന്നുംപുറത്ത് തറവാട്ടിൽ കൊച്ചു സൈമൺ വർഗീസിൻ്റെയും കാണ്ടമ്മയുടെയും മകനായിട്ട് ജനിച്ചു. ഒരു കർഷകനായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ് എങ്കിലും ബൈബിളിൽ അവഗാഹം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഹൈന്ദവ പുരാണ ഇതിഹാസങ്ങളെല്ലാം അദ്ദേഹം സാമാന്യം നല്ല വിൽപ്പത്തി നേടിയിരുന്നു. അദ്ദേഹത്തിൻ്റെ മാതാവിനെക്കുറിച്ച് പറയുന്നത് താൻ ഒരു സാഹിത്യ രസികയായിരുന്നു എന്നാണ്. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ കെ വി ചെറിയാൻ, അദ്ദേഹം അക്കാലത്തെ അറിയപ്പെട്ട ഒരു കവിയായിരുന്നു. മലയാളം, ഇംഗ്ലീഷ്, സംസ്കൃതം, തമിഴ് തുടങ്ങിയ ഭാഷകളിൽ അദ്ദേഹത്തിന് അസാമാന്യ പാഠവും ഉണ്ടായിരുന്നു. ഞാനിതൊക്കെ പറഞ്ഞത് ഈ ഒരു പശ്ചാത്തലമാണ് മഹാകവി കെ വി സൈമണ് ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് അദ്ദേഹം വളർന്നു വന്നത്. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന 4-ാമത്തെ വയസ്സിൽ സൈമൺ സാറ് അക്ഷരമാല മുഴുവൻ ഹൃദയസ്ഥമാക്കിയെന്നാണ്. 6 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം ചെറിയ പദ്യങ്ങൾ രചിക്കുവാൻ തുടങ്ങിയത്. 8-ാമത്തെ വയസ്സിൽ വളരെ ക്ലിഷ്ടതയുള്ള കഠിനതരമായ സമസ്യകൾ താൻ പൂരിപ്പിച്ചു തുടങ്ങി. ഇടക്കാലത്ത് കുറേ കാലം അദ്ദേഹം തൻ്റെ സഹോദരി മാവേലിക്കര അടുത്തുള്ള കുറത്തിയാട് എന്ന് പറയുന്ന സ്ഥലത്ത് ആണ് അവർ താമസിച്ചിരുന്നത്. ആ സഹോദരിയുടെ ഭവനത്തിൽ സൈമൺ സാർ പോയി പാർത്തു. ഈ സഹോദരി ഭർത്താവിന്, അദ്ദേഹത്തിൻ്റെ അളിയന് സാമാന്യം വിപുലമായൊരു ഗ്രന്ഥശേഖരം ഉണ്ടായിരുന്നു. ഇവിടെ വെച്ചാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീ രാമ വേദാന്ത ഉൾപ്പെടെ പല പ്രമുഖ ഗ്രന്ഥങ്ങളും വായിക്കുകയും നിരവധി ശ്ലോകങ്ങൾ ഹൃദയസ്ഥമാക്കുകയും ചെയ്തത്. ഇവിടെ ഈ ഭവനത്തിൽ അതിവിപുലമായ അക്കാലത്തെ ഷേക്സ്പിയറുടെ ഒക്കെ ഒരു വലിയ ശേഖരം ഉണ്ടായിരുന്നു. എന്നാൽ സൈമൺ സാറിൻ്റെ, ഞാൻ ദുഃഖത്തോടെ പറയട്ടെ, സൈമൺ സാറിൻ്റെ മരണാനന്തരം ഈ പുസ്തകങ്ങളെല്ലാം ഇവിടെ നിന്ന് മാറ്റപ്പെട്ടു. എൻ്റെ വല്യമാച്ചനായ PM ദാനിയേൽ മഹോപാധ്യായ പുസ്തകം കൊണ്ടുപോയ ആളോട് എഴുതി ചോദിച്ചു, എവിടെ ആ പുസ്തകം? അത് കേരളത്തിലെ ബ്രദർ സമൂഹത്തിനും ക്രൈസ്തവ സമൂഹത്തിനും ഒരു മുതലായിരിക്കേണ്ടതാണ്. മറുപടി കിട്ടിയ ഞാനവിടെ തിരിച്ച് വീട്ടിലെത്തിച്ചു എന്നാണ്. പക്ഷെ എന്താണ് സംഭവിച്ചത് നമുക്ക് അറിഞ്ഞുകൂടാ. അത് എന്നേക്കുമായിട്ട് നമുക്ക് സൈമൺ സാറിൻ്റെ ഒരു ആത്മകഥ എഴുതിയിരുന്നു എന്നുള്ളത് നിങ്ങൾ പലർക്കും അറിയാമെന്ന് ഞാൻ കരുതുകയാണ്. സൈമൺ സാറിൻ്റെ ഒരു ആത്മകഥ ഉണ്ടായിരുന്നു. ആത്മകഥ ഉൾപ്പെടെ നമുക്ക് നഷ്ടമായി തീർന്ന വലിയ ദുഃഖകരമായ ഒരു കാര്യമാണ്. 13-ാം വയസ്സിൽ സൈമൺ സാറ് നാട്ടുഭാഷ പ്രാഥമിക പരീക്ഷ വിജയിച്ചോടുകൂടി സ്കൂൾ അധ്യാപകനായി തീർന്നു. മാരാമൺ, തോട്ടപ്പുഴശ്ശേരി, പൂവത്തൂർ, ഇടയാറന്മുള തുടങ്ങിയുള്ള സ്ഥലങ്ങളിലെ MT സ്കൂളിലായിരുന്നു അദ്ദേഹം അധ്യാപക വൃത്തി ചെയ്തത്. ഇതിനിടെ സംസ്കൃത അഭ്യസനം നടത്തി, കാവ്യരചനയിൽ സജീവമായി. സാധാരണമായ ഓർമ്മശക്തി ഇതെനിക്കുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പല ഗാനങ്ങളെക്കുറിച്ചുള്ള പശ്ചാത്തല കഥകൾ പഠിക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ മീറ്റിംഗ് അതിനുള്ള അവസരമല്ലാത്തതുകൊണ്ട് ഞാൻ കിടക്കുന്നില്ല. അദ്ദേഹം ശാസ്ത്രീയ സംഗീതം പഠിച്ച ഒരു ചരിത്രം പറയുന്നതിന് മുമ്പ് വിശ്വാസത്തിലേക്ക് വന്ന ആ കഥ കൂടെ ഞാൻ ഓർപ്പിക്കുകയാണ്. ശ്രീലങ്കക്കാരനായ ഒരു സഞ്ചാര സുവിശേഷകൻ തമിഴ് ഡേവിഡ്, അദ്ദേഹത്തിൻ്റെ പ്രസംഗം പുത്തൻകാലം വെച്ച് കേട്ടപ്പോഴാണ് 12-ാമത്തെ വയസ്സിൽ തനിക്കൊരു മാനസാന്തരം ഉണ്ടായത്. സൈമൺ സാർ ആ മീറ്റിങ്ങിൽ പോയത് പ്രസംഗം കേൾക്കാൻ വേണ്ടി ആയിരുന്നില്ല. അദ്ദേഹം അന്നേ ഗാനങ്ങളാൽ ആകൃഷ്ടനായിരുന്നു. അങ്ങനെ പാട്ട് കേൾക്കാൻ വേണ്ടി, തമിഴ് പാട്ടുകൾ കേൾക്കാൻ വേണ്ടിയാണ് താൻ പോയത്. അവിടെ ഒരു ഗാനം വളരെ തന്നെ ശ്രദ്ധിച്ചു. മനം മാറി രക്ഷിക്കപ്പെട്ടേൻ, യേശുവിൻ രക്തത്താൽ ഞാൻ നമ്പുവേൻ, യേശു എനിക്കായി മരിത്താർ, പാവം നീങ്ങി ശിൽവയിൽ ഉദരം ചിന്തിനാർ.
ആ ഗാനം തന്നെ വല്ലാതെ സ്പർശിച്ചു. അന്ന് രാത്രി സൈമൺ ജീവിതം യേശുവിന് സമർപ്പിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഈ ഗാനങ്ങൾ ആകർഷണനായ സൈമൺ സാറ് ആദ്യം എഴുതി തുടങ്ങുന്നത് മലയാള ഗാനമായിരുന്നില്ല, തമിഴ് ഗാനങ്ങളായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അദ്ദേഹത്തിൻ്റെ ഒട്ടേറെ സാഹിത്യ കൃതികൾ നമ്മുടെ പക്കൽ ലഭ്യമായിട്ടുണ്ട്. എൻ്റെ പക്കൽ ഒട്ടുമിക്ക ഗ്രന്ഥങ്ങളുമുണ്ട്. അവയിൽ എടുത്തുകൊണ്ട് പറഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ചു, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇന്നത് സാധിച്ചില്ല. വേദവിഹാരം, മഹാകാവ്യം, ക്രൈസ്തവ സഭാചരിത്രം, വേർപാട് സഭകളുടെ ചരിത്രം, ഉത്തമഗീത വ്യാഖ്യാനം, വെളിപ്പാട് പുസ്തക വ്യാഖ്യാനം, സത്യപ്രകാശിനി, സത്യവേദ മുകുരം, തൃത്വപ്രബോധിനി, ശിശുസ്നാന കുഠാരം, ക്രൈസ്തവ സ്നാന പ്രസാദിനി തുടങ്ങി ഏകദേശം 31 കൃതികൾ, ഗാനങ്ങൾ ഒഴികെ 31ഓളം കൃതികൾ സൈമൺ സാറിൽ നിന്ന് നമുക്ക് ക്രൈസ്തവ സഭയ്ക്ക് മലയാള സാഹിത്യം ലഭിച്ചിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുള്ള ഒരു ചരിത്രം, ഒരിക്കൽ മലയാള മനോരമയുടെ മുഖ്യ പത്രാധിപരായിരുന്ന KC മാമ്മൻ മാർല സൈമൺ സാറിനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നമ്മളൊരു പുതിയ പ്രസിദ്ധീകരണം തുടങ്ങുന്നു, നവഭാരതി എന്നാണ് ആ പുസ്തകത്തിൻ്റെ ആ പ്രസിദ്ധീകരണത്തിൻ്റെ പേര്. നവഭാരതി ഒരു സാഹിത്യ പ്രസിദ്ധീകരണമാണ്. നമ്മുടെ ഇന്നത്തെ കാണുന്ന ഭാഷാഭൂഷണികൾക്ക് ഒരു പൂർവികൻ എന്ന് വേണമെങ്കിൽ നമുക്ക് കൂട്ടാം. അപ്പോൾ ഈ നവഭാരതി ആരംഭിക്കുമ്പോൾ സൈമൺ സാർ വേണം അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് എഡിറ്റർ എന്നുള്ള നിലയിൽ അത് മുൻപോട്ട് കൊണ്ടുപോകാൻ എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടെങ്കിലും സൈമൺ സാറ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശുവാഹകനാകുക എന്നുള്ളതിലായിരുന്നു താൻ കൂടുതൽ വ്യഗ്രത ഉണ്ടായിരുന്നത്. ഈ ലോകപ്രകാരം കിട്ടാവുന്ന എല്ലാ നേട്ടങ്ങളും താൻ ചപ്പും ചവറും നെല്ലി ദൈവ വാക്കാം രാജ്യ പ്രസിദ്ധിക്കായി പൊരുതുക എന്നുള്ളതായിരുന്നു എൻ്റെ ജീവിത ലക്ഷ്യം. അതുകൊണ്ട് അദ്ദേഹം മാമ്മൻ മാപ്പിളയുടെ ആ നിർദ്ദേശം നിരസിച്ചു. എന്നാൽ പിന്നീട് മാമ്മൻ മാപ്പിളയുടെ തന്നെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം വേദവിഹാരം എഴുതിയത് എന്നുള്ളത് നമുക്കറിയാം. വേണമെങ്കിൽ വേദവിഹാരം ഒരു മനോരമ പ്രസിദ്ധീകരണമായിട്ട് വരുമായിരുന്നു, എന്നാൽ അതിനുപോലും സൈമൺ സാറ് തുനിഞ്ഞില്ല. ഞാൻ ഈ കാര്യം പറയുമ്പോൾ ഒരു സംഭവം ഓർത്തുപോയത്, 85 വർഷങ്ങൾക്ക് ശേഷം, ഈ സൈമൺ സാറിൻ്റെ ഈ സംഭവം നടന്നു കഴിഞ്ഞ് 85 വർഷങ്ങൾക്ക് ശേഷം ഒരു പുസ്തകം ഞാൻ എഴുതി, അത് മലയാള മനോരമ പ്രസിദ്ധീകരിച്ചു, പോകാം വിശുദ്ധ നാട്ടിലേക്ക്. അപ്പോൾ ഞാനൊരു ചരിത്രം ഓർത്തത്, 85 വർഷം മുമ്പ് സൈമൺ സാറ് നിരസിച്ച, എടുത്തെറിഞ്ഞ അവിടെയാണല്ലോ ഞാൻ പോയി നിന്നത് എന്ന് ചിന്തിക്കുകയുണ്ടായി. 1931 ആണ് വേദവിഹാരം പ്രസിദ്ധീകരിച്ചത്. അന്ന് ചെങ്ങന്നൂരിൽ കേരള ക്രൈസ്തവ സമിതിയുടെ മഹാസമ്മേളനം ഒരുമിച്ച് കൂടുകയും സൈമൺ സാറിന് സ്വർണ്ണ മെഡൽ നൽകി ആദരിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ കോഴഞ്ചേരി ഈസ്റ്റ് ക്രൈസ്തവ ജനത മഹാകവി KV സൈമണ് മംഗളപത്രം നൽകി അഭിനന്ദിച്ചു. മഹാകവി ഉള്ളൂര്, മഹാകവി വള്ളത്തോൾ, സാഹിത്യ പഞ്ചാനൻ PK നാരായണപിള്ള, മുള്ളൂര്, അതുപോലെ പൊന്നശ്ശേരി നമ്പി നീലകണ്ഠ ശർമ്മ, IC ചാക്കോ, റാവു സാഹിബ്, OM ചെറിയാൻ, ചിത്രമെഴുത്ത് KM വർഗീസ്, ഇവരെല്ലാം ഈ വേദവിഹാരം വായിക്കുകയും മുക്തകണ്ഠം സൈമൺ സാറിനെ പ്രശംസിക്കുകയും ചെയ്തു. പഴയ തലമുറയിലെ എഴുത്തുകാർ മാത്രമല്ല, ആധുനിക തലമുറയിലെ എഴുത്തുകാരും വേദവിഹാരം വായിച്ച സൈമൺ സാറിനെ അഭിനന്ദനം ചൊരിയുകയുണ്ടായി. അതിൻ്റെ തെളിവ് വേണമെങ്കിൽ NBS പ്രസിദ്ധീകരിച്ച KV സൈമൺ ജന്മശതാബ്ദി പതിപ്പ് നിങ്ങളുടെ പക്കലുണ്ടെങ്കിൽ അത് വായിച്ചാൽ പുതിയ തലമുറയിലെ എഴുത്തുകാർ എങ്ങനെ സൈമണെ കണ്ടിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ രചനകൾ നമ്മൾ നോക്കിയാൽ ഏതെങ്കിലും ഒരു പ്രത്യേക മേഖലയിൽ ഒന്നുകിൽ പാട്ട്, അല്ലെങ്കിൽ ഗദ്യരചന, അല്ലെങ്കിൽ യാത്രാവിവരണം, അങ്ങനെയാണ് പൊതുവെ സാഹിത്യയാത്മക രീതി, ഒരു മേഖലയിൽ ഒതുങ്ങി നിൽക്കുന്നതാണ്. എന്നാൽ സൈമൺ സാർ അങ്ങനെ ഒരു മേഖലയിൽ ഒതുങ്ങുന്നതല്ല. മഹാകാവ്യം, ഖണ്ഡകാവ്യം, ചരിത്രം, വേദഭാഷ്യം, നിരൂപണം, വിശ്വാസ സമർത്ഥനം അഥവാ അപ്പോളജറ്റിക്സ്, പ്രതികരണം, മതസംവാദം, ഗവേഷണം, കീർത്തനം, സാഹിത്യ പഠനം, ജീവചരിത്രം എന്നീ സാഹിത്യ ശാഖകളിലെല്ലാം അദ്ദേഹം കൈവയ്ക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ രചനകളുണ്ട്. പാരമ്പര്യബദ്ധമായിരുന്ന ക്രൈസ്തവ കേരളത്തിലെ ക്രൈസ്തവ സഭയെ അദ്ദേഹത്തിൻ്റെ ഈ രചനകളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും ഇന്ത്യൻ പശ്ചാത്തലത്തിലേക്ക് ഒരു ദേശീയ നവോത്ഥാനത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞെന്നാണ് അദ്ദേഹത്തിൻ്റെ വലിയ നേട്ടം. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഗാനത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിക്കാൻ ആഗ്രഹിക്കാം. അദ്ദേഹത്തിന് മുൻപ് കേരളത്തിലുണ്ടായിരുന്ന ഗാനസാഹിത്യ മേഖല എന്ന് പറയുന്നത് നമുക്കറിയാം, പാതിരിപ്പാട്ടും പുത്തൻപാനയും ഒക്കെയായിരുന്നു ക്രൈസ്തവ ഗാനങ്ങളുടെ പട്ടികയിൽ ആ കാലത്ത് ഉണ്ടായിരുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് മഹാകവി KV സൈമൺ സാറ് രംഗത്ത് വരുന്നത്. ഭാരതീയ സംസ്കാരത്തിൻ്റെ ചൂടും ചൂരും പേറുന്ന, അപ്പോൾ തന്നെ ആത്മീയത്വം കവിഞ്ഞൊഴുകുന്ന ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ചത്. 300ഓളം ഗാനങ്ങളാണ് താൻ രചിച്ചത്. അത് പല പുസ്തകങ്ങളായി നമുക്ക് ലഭിച്ചു. സംഗീത ശതകം, ശതഗാനിയായി, പ്രത്യാശാഗീതങ്ങൾ, പ്രയാണഗീതങ്ങൾ, ഗാനചന്ദ്രിക, ഗാനപ്രസൂനം എന്നിങ്ങനെ 6 പാഠപുസ്തകങ്ങൾ. പിന്നീട് അതെല്ലാം കൂടെ ഏകോപിപ്പിച്ച് സംഗീത രത്നാവലി എന്ന പാഠപുസ്തകം താൻ തയ്യാറാക്കുകയുണ്ടായി. ക്രൈസ്തവ ഗാനശാഖയെ ചിന്തിക്കുമ്പോൾ അവിടെ പ്രാതസ്മരണീയനായ ഒരു വ്യക്തിയുണ്ട്, വിദ്വാൻ കുട്ടിയച്ചൻ എന്നറിയപ്പെടുന്ന യുസ്തൂസ് ജോസഫ്. ഒരു ഹൈന്ദവ കുടുംബത്തിൽ നിന്നും മാനസാന്തരപ്പെട്ട് മുൻപോട്ട് വന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം.
അദ്ദേഹത്തിൻ്റെ ഒരു അയ്യർ കുടുംബാംഗമാണ്. അദ്ദേഹത്തിൻ്റെ പല പാട്ടുകളും നമുക്കറിയാം. കാന്താ താമസമല്ലോ, സുതുപ്പീൻ സുതുപ്പീൻ യേശുദേവനെ തുടങ്ങിയ ഗാനങ്ങൾ, അങ്ങനെ നൂറുകണക്കിന് അസാധാരണമായ ഭക്തിഗാനങ്ങൾ അദ്ദേഹം നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പിന്തുടർച്ചക്കാരൻ എന്ന് വേണമെങ്കിൽ നമുക്ക് മഹാകവി കെ വി സൈമണെ വിളിക്കാം. ഈ ചേതനയുടെ ഉൾത്തടങ്ങളിൽ ഭക്തിയുടെ ലഹരി നന്നായി പതഞ്ഞു പൊന്തിയ കവിയുടെ 300-ലധികം ഗാനങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. കെ വി സൈമൺ എന്ന ഗാനരചയിതാവ് പറന്നുയർന്ന ആ സാഹിത്യ വിധാനങ്ങളിലേക്ക് പിന്നീട് ആർക്കും ഒരിക്കലും എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. അദ്ദേഹം ആദ്യമായി ഒരു ഗാനം എഴുതിയത്, ഞാൻ മനസ്സിലാക്കാൻ ശരിയാണെങ്കിൽ, മലയാളത്തിൽ ഒരു ഗാനം എഴുതുന്നത് 13-ാമത്തെ വയസ്സിലാണ്. ദൈവം തൻ്റെ ഹൃദയത്തിൽ ബാലനായ തന്നെയും പേറിയിരുന്നു എന്നുള്ള വസ്തുത തന്നെ വല്ലാതെ ഭരിച്ചു. അതിൻ്റെ ഫലമായിട്ട് ആ കൗമാരത്തിൻ്റെ കടമ്പ കടന്നു വരുന്ന ആ യുവാവ്, കൗമാരക്കാരൻ, താൻ എഴുതിയ ആ മനോഹരമായ ഗാനം ഇന്നും നമ്മൾ നമ്മുടെ ആരാധനാ വേളയിൽ ഭക്തിപൂർവ്വം പാടുന്ന ഒരു ഗാനമാണ്. ആ ഗാനം ഒരുപക്ഷെ ഇവിടെ പാടാൻ പിന്നീട് കഴിഞ്ഞേക്കും ഞാൻ കരുതുന്നു. യേശുനാഥ നിൻ കൃപയ്ക്കായി സ്തോത്രം എന്നേക്കും എന്ന ഗാനമാണത്. അതും ഗുൽറോസ് എന്ന് പറയുന്ന രാഗത്തിൽ, ആദ്യ താളത്തിലാണ് അതിൻ്റെ രചന നിർവഹിച്ചത്. ഏറെ വൈകാതെ അദ്ദേഹത്തിൻ്റെ വിവാഹം നടന്നു. റാഹലമ്മയായിരുന്നു അതിൻ്റെ വധു എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ അപ്പോഴും താൻ തൻ്റെ സാഹിത്യ സബരിയ തുടർന്നു. അദ്ദേഹത്തിൻ്റെ പ്രതിഭയിൽ നിന്നും പുറത്തേക്ക് വന്ന മറ്റൊരു ഗാനം കൂടെ ഞാനൊന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് ആ ഭാഗം അവസാനിപ്പിക്കാമെന്ന് കരുതുകയാണ്. 15ഓ 16ഓ വയസ്സിലാണ് അദ്ദേഹം ഈ ഗാനം എഴുതിയതെന്ന് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഇത് ആദിയോടന്തം മുഴുവൻ സംസ്കൃതമാണ്. മാനവേന്ദ്ര മഹിതാമന താരക വചനാമൃത താമ്ര തരാംഗ്രി യുഗാത്മ വിനാശ എന്നാരംഭിക്കുന്ന നാട്ടരാഗത്തിലുള്ള ഒരു രചന, അതിന് രൂപക താളമാണ്. ഈ മാനവേന്ദ്ര മഹിതാമന താരക എന്നുള്ള ആ ഗാനമായിട്ട് എനിക്ക് വൈകാരികമായൊരു ബന്ധമുണ്ട്. അത് ഞാൻ ഈ അവസരത്തിൽ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ത്യാഗരാജ കൃതികളുടെ ഈ പഞ്ചരത്ന കൃതികളുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് ജഗദാനന്ദ കാരക എന്ന കൃതി. അതിൻ്റെ ചുവട് പിടിച്ചാണ് സൈമൺ സാറ് ഈ രചന നിർവഹിച്ചത്, മാനവേന്ദ്ര മഹിതാമല എഴുതിയത്. പക്ഷെ എന്തുകൊണ്ടോ മൂലകൃതിയിൽ അനുപല്ലവി കഴിഞ്ഞിട്ട് ഒരു സ്വരസ്ഥാനം കൊടുത്തിട്ടുണ്ട്. ആ സ്വരം പാടിയതിന് ശേഷം ഒരു സാഹിത്യം പാടാം. സൈമൺ സാർ എന്തുകൊണ്ടോ ആ സ്വരം തൻ്റെ ഗാനത്തിൽ ഉൾപ്പെടുത്തിയില്ല. സ്വരം ആർക്കും ചേർക്കാം, സ്വരത്തിന് ആശയമില്ലല്ലോ. അത് കഴിഞ്ഞ് പക്ഷെ വരുന്ന സാഹിത്യം അദ്ദേഹം എഴുതിയുമില്ല. അത് മൂലകൃതിയിൽ ഓങ്കാര പഞ്ചര കീരപുര എന്ന് തുടങ്ങുന്ന ഒരു ഇതാണ്. അപ്പോൾ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ളൊരു വാക്ക്, ഒരു ശ്ലോകം, ഒരു ഭാഗം, ഒരു 4 വരികൾ സൈമൺ സാർ എഴുതിയില്ല. ഈ ഗാനം നമ്മുടെ ഇടയിൽ പ്രശസ്തനായ ഇമ്മാനുവൽ ഹെൻറി, അദ്ദേഹം ഒരു ആൽബത്തിൽ, എൻ്റെ ആദ്യത്തെ ആൽബത്തിൽ പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചപ്പോൾ ഈ കാര്യം എന്നെ വിളിച്ചു പറഞ്ഞു. അച്ഛാ, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. സൈമൺ സാറ് അദ്ദേഹത്തിൻ്റെ മൂലകൃതിയിൽ നിന്നും വ്യത്യസ്തമായി കുറേ ഭാഗം എഴുതാതെ വിട്ടേച്ച് പോയി. എന്താ ചെയ്യുക, ഒന്ന് എഴുതി തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വല്ലാത്ത ആശങ്കയിലായി. സൈമൺ സാറിൻ്റെ രചനയിൽ കൈവെക്കുക, അതിലെന്തെങ്കിലും എഴുതുക എന്ന് പറയുന്നത് അതും പൂർണ്ണമായും സംസ്കൃതമാണ്. അങ്ങനെ ചെയ്യുന്ന ഉചിതമാണോ എന്നുള്ള ചിന്ത വന്നു. എന്നാലും ഇമ്മാനുവൽ ഹെൻറി ഒരു കരച്ചിലിൻ്റെ വക്കത്ത് എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ വളരെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനും ഒരു 4 വരി എഴുതി. അതിങ്ങനെയാണ്: ചേതോഹരാത്മജ പാപഹരി നുതി അനാരദവും ഈശനെ നിരാമയ അമിത കുതുകമാർ നദിചിരന്തന സ്തവം ഉദാത്തമുതം ഉരുവിടും ആദിജമനുനന്ദന വരദ അരുൾ കനന്ദ മോദ ശിവം അസാരതരം. ഇങ്ങനെ ഒരു കൈക്കെട്ടുപാട് കുറേ കാലം മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് ക്ഷമാപണപൂർവ്വം ഞാനിവിടെ ഓർമ്മിക്കുകയാണ്. സൈമൺ സാറിൻ്റെ, ഞാൻ പറഞ്ഞല്ലോ, ചെരുപ്പിന് വാറഴിക്കാൻ നമുക്ക് യോഗ്യതയില്ലെങ്കിൽ പോലും ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ അകലത്തിൽ നിന്നുകൊണ്ടൊരു കൃതിയിൽ കൈവെക്കുവാൻ ഇടയായി എന്നുള്ളത് ഞാൻ സന്തോഷത്തോടെ ഓർക്കുകയാണ്. അദ്ദേഹത്തെ ഏതൊക്കെ കാര്യങ്ങളാണ് സ്വാധീനിച്ചിട്ടുള്ളതെന്നോട് പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ ഞാൻ കരുതുകയാണ്. നമുക്കറിയാം, ഈ ഇടയാറന്മുളയിലെ ഈ കുന്നുംപുറത്ത് ഭവനത്തിൽ നിന്നും അധികം ദൂരെയല്ല പ്രസിദ്ധമായ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം. അതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു കല്ലേറ് ദൂരം മാത്രം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഈ അമ്പലത്തിലെ മണിനാദവും നിരന്തരം മുഴങ്ങുന്ന ഭജന കീർത്തനങ്ങളും പമ്പയിലൂടെ ഒഴുകുന്ന ആ ജലതാളങ്ങളുമെല്ലാം സൈമൺ സാറിൻ്റെ സംഗീതത്തെ വളരെ സ്വാധീനിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ തന്നെ G.D. ജെയിംസ് എന്ന് പറയുന്ന വയലിൻ, മൃദംഗം എന്നിവയിൽ നിപുണനായ സംഗീതജ്ഞനായ അഭ്യസ്തവിദ്യനായ ഒരു വ്യക്തി ഇടയാറന്മുളയിൽ വന്ന് താമസിച്ചു. അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം സൈമൺ സാറ് സ്വീകരിക്കുകയുണ്ടായി. അങ്ങനെയാണ് അദ്ദേഹം ഈ ശാസ്ത്രീയ സംഗീതം അഭ്യസിച്ചത്. വേദനായക ശാസ്ത്രിമാരുടെ തമിഴ് ഗാനങ്ങൾ, സ്വാതി തിരുനാൾ, മോശവത്സലം, വിദ്വാൻകുട്ടിയച്ചൻ തുടങ്ങിയവരുടെ കീർത്തനങ്ങൾ, വാതിൽ തുറപ്പാട്ടുകൾ, നളചരിതം മുതലായ കഥകളിപ്പാട്ടുകൾ, ഗുരുസ്വാമി കീർത്തനങ്ങൾ എന്നിവയൊക്കെ അഭ്യസിച്ചത് ഈ കാലത്താണ്. ഈ ഗുരുവുമായിട്ട് ചേർന്ന് അദ്ദേഹം ചില ഗാനങ്ങൾ രചിക്കുവാനും ഇടയായി.
തൻ്റെ പാട്ടുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ, ഇപ്പോൾ അല്പം മുമ്പ് ആൻറ്റി ഒരു പാട്ട് പാടിയല്ലോ, അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരു സാംസ്കാരിക തനിമ, കേരളത്തിൻ്റെ, ഭാരതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഒരു തനിമ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളിലെല്ലാം നിഴലിച്ചു നിൽക്കുന്നുണ്ട്. ക്രൈസ്തവ പദങ്ങൾക്ക് കവി മനോഹരമായ ദേശീയ ഭാരതീയ രൂപഭംഗി നൽകിയിട്ടുണ്ട്. ഒരു ഉദാഹരണം മാത്രം ഞാൻ ഓർപ്പിക്കട്ടെ. ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ കവി ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഈശൻ, ശ്രീമനുവേലൻ, ദേവസുതൻ, ധാത്രിപരൻ, ധനനാഥൻ, ധർമ്മേശൻ, ദേവാത്മജൻ, പാവനരൂപൻ, ദേവനായകൻ, പ്രാണനായകൻ, താപനാശനൻ, വിശ്വനാഥൻ, പ്രേമഹർമ്മ്യം, ജഗത്രാതാവ്, ശ്രീ നരപതി, ജ്വാലാഗ്നിലോചനൻ, ആദിവേദനാഥം, ദേവപാലകൻ, ചിരന്തനൻ, ലോകൈക സൽഗുരു, ദേവപാലകൻ, തത്വവിദ്വാം മുനി, സത്യവേദധ്വനി, മനുനന്ദനൻ, പരാശക്തി, ധർമ്മരൂപം, പരമാനന്ദമൂർത്തി, അഭയാനന്ദരൂപൻ. ഇങ്ങനെ വളരെ ദീർഘമായൊരു പട്ടികയുണ്ട് നാം എടുത്തു നോക്കിയാൽ. അപ്പോൾ ഈ ഭാരതീയ ഗന്ധം പേർന്ന നിരവധി വാക്കുകൾ അദ്ദേഹം തൻ്റെ ഗാനങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു ഭാരതീയവൽക്കരണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമായിരുന്നു. അതിന് ഉചിതമായ രാഗങ്ങൾ അദ്ദേഹം തിരഞ്ഞെടുത്തു. ഉദാഹരണത്തിന് പ്രഭാതയാമത്തിലെ ഗാനങ്ങൾ പാടുമ്പോൾ ഭൂപാള രാഗമാണ് ഏറ്റവും അനുയോജ്യമെന്നുള്ള തിരിച്ചറിവുകൾ അദ്ദേഹം അതിൽ ഗാനങ്ങൾ എഴുതുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ആഭിമുഖ്യത്തെക്കുറിച്ചുകൂടെ പറയാതിരിക്കാൻ കഴിയുകയില്ല. നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഈ ധനസമ്പാദനത്തോട് ഒരു മുനിയുടെ നിർമ്മമതയാണ് അദ്ദേഹം കാണിച്ചിരുന്നത്. അദ്ദേഹം ദാരിദ്ര്യത്തിൻ്റെ പരകോടിയിലൂടെ കടന്നുപോയ ഘട്ടങ്ങളുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം ഒരിക്കൽ എഴുതിയത്, ഒരു മുണ്ടും ഒരു തോർത്തും കൊണ്ട് 6 മാസത്തിലകം ഞാൻ കഴിച്ചു കൂട്ടിയിട്ടുണ്ട് എന്നാണ്. മല്ലപ്പള്ളിക്കടുത്ത് ആനിക്കാട് എന്ന സ്ഥലത്ത് ഒരു കൺവെൻഷനിൽ അദ്ദേഹം തന്നെ പറഞ്ഞൊരു സാക്ഷ്യവാചകം സത്യപ്രകാശിനി മാസികയിൽ അച്ചടിച്ചു വന്നത് ഇങ്ങനെയാണ്: ഒരെഴുത്തിന് മറുപടി അയക്കാൻ 5 കാശില്ലാതെ ഞാൻ നോക്കിയിരുന്നിട്ടുണ്ട്. ഇടയാറന്മുളയിൽ നിന്നും മൈലപ്രയ്ക്കും അന്ന് തന്നെ കങ്ങഴിക്കും നടക്കുവാൻ കർത്താവിൻ്റെ കാലിന് ബലം തന്നു. തൻ്റെ ദാസന്മാർക്ക് കർത്താവ് പ്രതിഫലം വീതിക്കുന്ന ദിവസം കർത്താവ് നീ തന്ന താലന്ത് കൊണ്ട് ഞാൻ വ്യാപാരം ചെയ്തു എന്ന് പറഞ്ഞ് അണിയണിയായി നിൽക്കുന്ന തൻ്റെ ജനത്തിൻ്റെ നടുവിൽ ഞാൻ നിൽക്കും. ആണിപ്പാടുള്ള കൈകൾ കൊണ്ട് നൽകുന്ന കിരീടം വാങ്ങാൻ. അതായിരുന്നു സാറിൻ്റെ സമ്പന്നമായ പ്രത്യാശ. കുറേ വർഷങ്ങൾക്ക് മുമ്പ്, കുറേയധികം വർഷങ്ങളായി ഞങ്ങളിവിടെ ഇടയാറുമുള വന്ന ഒരു റിസർച്ച് നടത്തുകയുണ്ടായി സൈമൺ സാറിനെ കുറിച്ച്. അന്ന് സൈമൺ സാറിന് ഉടുപ്പിട്ട് കൊടുക്കുമായിരുന്ന കുട്ടി എന്ന് പറയുന്ന ഒരാൾ ജീവനോടുണ്ടായിരുന്നു. സൈമൺ സാർ സ്വയം കുപ്പായം അണിയത്തില്ലായിരുന്നു, കൈ ഇങ്ങനെ നിവർത്തി നിൽക്കും. ഈ കുട്ടിയാണ് ബട്ടൺസ് അതിൻ്റെ കുടുക്കൊക്കെ ഇടിപ്പിക്കുന്നത്. ഈ കുട്ടി എന്ന വ്യക്തി പറഞ്ഞൊരു വാചകം, സൈമൺ സാർ ചെമ്പ് നാണയം എണ്ണുന്നത് 8 വർഷത്തെ എൻ്റെ പരിചയത്തിൽ ഒരു തവണ ഞാൻ കണ്ടിട്ടുള്ളൂ. 1 രൂപയുടെ ചക്രം. അതെന്നെ തിട്ടപ്പെടുത്താൻ പലതവണ ശ്രമിച്ചു, പറ്റിയില്ല. ഒടുവിൽ എണ്ണി നോക്കാൻ ഒരു ശിഷ്യനെ ഏൽപ്പിച്ചു. അതായിരുന്നു സൈമൺ സാറിൻ്റെ സാമ്പത്തിക ബന്ധം. നിങ്ങൾക്ക് പലർക്കും അറിയാമല്ലോ, ആറന്മുള കൊട്ടാരം ഇവിടെ സമീപത്താണ്. ആറന്മുളയിലെ കൊട്ടാരത്തിലെ രാജകുമാരൻ ഈ ഇടുങ്ങിയ തെരുവിലൂടെ ഇവിടെ വന്ന് നിരന്തരം അദ്ദേഹത്തിൻ്റെ ഭവനത്തിലെത്തി സംസ്കൃതം പഠിക്കുമായിരുന്നു. അങ്ങനെ 5-6 മാസം വന്നു, സംസ്കൃതം പഠിച്ചു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു കിഴി ഈ സൈമൺ സാറിന് സമ്മാനിച്ചു. സ്വാഭാവികമായിട്ട് രാജകുമാരൻ സമ്മാനിക്കുമ്പോൾ അത് വലിയ ധനശേഖരമായിരിക്കും. സൈമൺ സാർ എത്രയാണെന്ന് നോക്കാൻ തുനിയാതെ അതെടുത്ത് ഉത്തരത്തിലോട്ട് വെച്ചു. അല്പം കഴിഞ്ഞപ്പോൾ ഒരു ദൈവദാസൻ അവിടെ വന്നു. അദ്ദേഹം പറഞ്ഞു, സാറേ, എൻ്റെ മകളുടെ വിവാഹമാണ്, പ്രശാന്തമായ സഹോദരൻ, മകളുടെ വിവാഹമാണ്, എനിക്ക് നടത്താൻ നിർവാഹമില്ല, സാറും സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്തു അതുപോലെ കൊടുത്തു. എത്രയാണ് കിട്ടിയതെന്നോ എത്രയാണ് കൊടുത്തതെന്നോ യാതൊരു കണക്കും എങ്ങുമില്ല. തനിക്ക് എന്ത് സംഭവിച്ചാലും ദേഹികൾ മാനസാന്തരപ്പെടണമെന്നുള്ള ഏക വാഞ്ചയായിരുന്നു തനിക്കുണ്ടായിരുന്നു. ഒരിക്കൽ താൻ പറഞ്ഞു, ഇന്ന് രാത്രി ഒന്നുകിൽ ഈ പന്തലിലേക്ക് കല്ലേറുണ്ടാവണം, അല്ലെങ്കിൽ പാപികൾ മാനസാന്തരപ്പെടണം, അല്ലാതെ യോഗം അനുഗ്രഹിക്കപ്പെടുകയില്ല. അപ്പം എങ്ങനെയും ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുക്കണം എന്നുള്ള പൗലോസിൻ്റെ ഹൃദയവാഞ്ചയാണ് തന്നെയും ഭരിച്ചിരുന്നത്. ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എമേഴ്സൺ എന്ന ഒരു പാശ്ചാത്യ കവിയുടെ ഒരു വാക്ക് ഞാൻ കടമെടുത്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. എമേഴ്സൺ പറഞ്ഞത് ഗോഡ് ഇൻടോക്സിക്കേറ്റഡ് എന്നാണ്. ഗോഡ് ഇൻടോക്സിക്കേറ്റഡ് എന്ന് വെച്ചാൽ ദൈവലഹരി പിടിച്ചവൻ. സൈമൺ സാറ് ഒരു ദൈവലഹരി പിടിച്ച ഒരു വ്യക്തിയാണ്. ഒരു ഭക്തകവിയുടെ ഊണും ആ ഉറക്കവും കർമ്മപദങ്ങളും എല്ലാം, അദ്ദേഹം ചെയ്ത എല്ലാ കാര്യങ്ങളും ദൈവലഹരി പിടിച്ചതായിരുന്നു. ആ ലഹരിയിൽ ആമഗ്നനായിട്ടാണ് അദ്ദേഹം എല്ലാ കാര്യങ്ങളും ചെയ്തത്. നമ്മുടെ മക്കൾ, നമ്മുടെ സന്തതികൾ ഞങ്ങൾക്ക് ഹോമറിനെ പോലെയും മിൽട്ടനെ പോലെയും പ്രതിഭാസമ്പന്നനായ ഒരു കവി ഉണ്ടായിരുന്നു എന്ന് അഭിമാനപൂർവ്വം പറയുന്ന ഒരു കാലം വരുന്നു. നിങ്ങൾ ഇവിടെ നിന്ന് പുറത്തോട്ടിറങ്ങുമ്പോൾ ഇടയാറന്മുളയിലെ ഈ കുന്നൻപുറത്തെ വീട്ടിലെ അദ്ദേഹത്തിൻ്റെ ശവകുടീരത്തിന് സമീപത്ത് ഞാനവിടെ പല പ്രാവശ്യം പോയിട്ടുണ്ട്. അതിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു വാക്യശകലം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടും. അവിടെ എഴുതിയിരിക്കുന്നത്, ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് നയിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും എന്നാണ് ആ ലിഖിതം. സൈമൺ സാറിനെ സംബന്ധിച്ച് ഈ പ്രസ്താവന എത്രയോ ശ്രദ്ധേയമാണ്.
അദ്ദേഹത്തിൻ്റെ ഗാനം കാരുണ്യപൂരക്കടലെ അതിൻ്റെ അവസാന ചരണത്തിൽ ജീവവസത്തിൻ്റെ ഋതു ആരംഭിക്കുകയായി. ആ കാലം സമാഗതമായി, നീതിസൂര്യൻ്റെ ഉദയം ഇനി വൈകുകയില്ല. ആ പ്രതീക്ഷയുടെ മൺചരാതുകൾ കൊളുത്തിവെച്ചിട്ടാണ് സൈമൺ സാറിൻ്റെ ഓരോ രചനയും പൂർണ്ണമാക്കിയത്. അനാദ്യന്തനും അപ്രമേയനുമായ മഹാദൈവത്തിൻ്റെ മഹത്വ പ്രഖ്യാപനങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓരോ ഗാനങ്ങളും. ദൈവകൃപയുടെ വായ്ത്താരിയായിരുന്നു തൻ്റെ രചനകൾ. ഉഷ്ണക്കാറ്റ് വീശുന്ന മരുത്തടങ്ങളിലൂടെ സഞ്ചരിച്ച് തളർന്നു വീഴുന്ന പഥികന് തണുത്ത വായു നൽകുന്ന, തളർന്നു വീഴുന്ന പഥികന് ശീതളഛായ നൽകുന്ന കരുണാമയനുള്ള മേഘമൽഹാറുകളായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. നവീകരണ പ്രസ്ഥാനത്തിൻ്റെയും നവോത്ഥാനത്തിൻ്റെയും കേരളീയ മാതൃക തൻ്റേതായ രീതിയിൽ സാക്ഷാത്കരിച്ച ആ വ്യക്തിത്വം എന്നുള്ള നിലയിൽ ദൈവവാക്കാം വാളെടുത്ത് ദൈവരാജ്യ പ്രസിദ്ധിക്കായി വൈഭവത്തോടെ പൊരുതി വിജയശ്രീ കൈവരിച്ച മഹാകവി KV സൈമൺ സാർ നമ്മുടെ സവിശേഷ ശ്രദ്ധ ഒരു നൂറ്റാണ്ടിനിപ്പുറവും അർഹിക്കുന്നു. 1944 ഫെബ്രുവരി മാസം 20-ാം തീയതി തൻ്റെ 61ാമത്തെ വയസ്സിൽ കർത്തൃസന്നിധിയിലേക്ക് താൻ ചേർക്കപ്പെട്ടു. അങ്ങനെ ഒരു ധന്യജീവിതത്തിന് വിരാമം കുറിക്കപ്പെട്ടു. ഒരുപക്ഷെ കീറ്റ്സിനേക്കാൾ, ഷെല്ലിയേക്കാൾ, മിൽട്ടനേക്കാൾ ശ്രേഷ്ഠനായിരുന്നു ഈ മഹാകവി എന്ന് നമുക്ക് തീർത്തു പറയാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ ധന്യമായ ജീവിതത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത്രയും ആമുഖമായി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സമ്മേളനം ഔപചാരികമായി നിങ്ങൾക്ക് വേണ്ടി ഉദ്ഘാടനം ചെയ്യുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.